നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. മഞ്ചേശ്വരത്ത് വൻ പോക്കറ്റടി സംഘം അറസ്റ്റിൽ. മോഷണത്തിലൂടെ സ്വന്തമാക്കിയത് കോടികൾ. അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഉപ്പുവെള്ള വിതരണത്തിനെതിരെ പ്രതിഷേധം കത്തുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഇറിഗേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു. വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം. കാസർകോട്ടെ വൈദ്യുതി നിയന്ത്രണം പിൻവലിച്ചു. സെക്രട്ടേറിയറ്റ് പഠിക്കൽ സിഇഒയുടെ സത്യാഗ്രഹം. പിന്തുണയുമായി നേതാക്കൾ രംഗത്ത്. സമരത്തിൽ പങ്കെടുക്കുവാൻ കാസർകോട്ടിൽ നിന്നും 50 അംഗ സംഘം യാത്ര പുറപ്പെട്ടു. വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണം. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആക്ഷേപം. 2 മാസമായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. ബോവിക്കാനത്ത് നാട്ടുകാരുടെ ധർണാ സമരം. വിശദമായ വാർത്തകളിലേക്ക്. പോക്കറ്റടി വിദഗ്ധന്മാർ പിടിയിൽ. മോഷണത്തിലൂടെ മാത്രം കോടികൾ സമ്പാദിച്ച കാഞ്ഞങ്ങാട് സ്വദേശികളാണ് പിടിയിലായത്. കാസർഗോഡ് ഡിവൈഎസ്പി TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് സംഘത്തെ അറസ്റ്റ് ചെയ്തത്. ജില്ലയിലും ജില്ലക്ക് പുറത്തും നിരവധി സ്ഥലങ്ങളിൽ പോക്കറ്റടി നടത്തിയ സംഘത്തെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. കാഞ്ഞങ്ങാട് കുശാൽ നഗറിലെ റഫീഖ് എന്ന സ്വർണ്ണപ്പല്ലൻ റഫീഖ്, കൂത്തുപറമ്പ് സ്വദേശിയും കാഞ്ഞങ്ങാട് സൗത്തിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസക്കാരനുമായ അഷ്റഫ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇരുവരെയും ചോദ്യം ചെയ്തതിൽ 30-ൽ പരം വൻ പോക്കറ്റടി കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിഞ്ഞതായി പോലീസ് പറഞ്ഞു. ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചെർക്കള ഇന്ദിരാനഗറിൽ നടന്ന SY സംസ്ഥാന സമ്മേളനത്തിനിടയിൽ 1,80,000 പരം രൂപയാണ് പോക്കറ്റടിച്ചത്. ബോബിക്കാനത്തെ ബസ് യാത്രക്കാരന്റെ 25,000 രൂപ, പൊയിനാച്ചിയിൽ ബസ് യാത്രക്കാരന്റെ 45,000 രൂപ, അണങ്കൂരിൽ ബസ് യാത്രക്കാരന്റെ 25,000 രൂപ എന്നിവ പോക്കറ്റടിച്ചിട്ടുണ്ട്. പരിയാരത്ത് 50,000 രൂപയും, ഉപ്പള കൈക്കമ്പിൽ 20,000 രൂപയും, പയ്യോളിയിൽ 45,000 രൂപയും, ഒസങ്കടിയിൽ നിന്ന് 4,500 രൂപയും പോക്കറ്റടിച്ചു. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ റഫീഖിന്റെ സംഘത്തിൽ 30ഓളം അംഗങ്ങളുണ്ടെന്ന് വ്യക്തമായതായും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. മംഗലാപുരത്തേക്കുള്ള കർണാടക KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കൈക്കമ്പിയിലെത്തിയപ്പോഴാണ് യൂസഫിന്റെ പണം പോക്കറ്റടിച്ചത്. പണം നഷ്ടപ്പെട്ടതറിഞ്ഞ യൂസഫ് ബഹളം ഉണ്ടാക്കുകയും അഷ്റഫിനെ കൈയോടെ പിടികൂടുകയുമായിരുന്നു. ഇതിനിടയിൽ റഫീഖ് പണവുമായി സ്ഥലം വിട്ടുവെങ്കിലും പോലീസ് നടത്തിയ തന്ത്രപരമായ നീക്കത്തിലൂടെയാണ് പിടികൂടിയത്. കാസർഗോഡ് DVSP TP രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാസർകോട്ടും പരിസര പ്രദേശങ്ങളിലും ഉപ്പ് കലർന്ന വെള്ളം വിതരണം ചെയ്യുന്നതിനെതിരെ പ്രതിഷേധം കത്തുന്നു. ഡിവൈഎഫ്ഐ പ്രവർത്തകർ കാസർഗോഡ് ഇറിഗേഷൻ ഡിവിഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം ആലതല്ലി. ഡിവൈഎഫ്ഐ കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇറിഗേഷൻ ഡിവിഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. മാർച്ചിന് ശേഷം നടന്ന ധർണ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ന്യായമായ രൂപത്തിൽ കുടിവെള്ളം ലഭ്യമാക്കാനും അതുപോലെ വൈദ്യുതി ലഭ്യമാക്കാനും ആവശ്യമായിട്ട് നടപടികൾ സ്വീകരിക്കാനുള്ള ബാധ്യതയില്ലേ? എന്തുകൊണ്ട് കാസർഗോഡത്തെ ജനങ്ങൾ മാത്രം കഴിഞ്ഞ നിരവധി വർഷക്കാലമായി ഇത്രയും തീരാ ദുരിതം അനുഭവിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു? ആരാണ് ഇതിന് ഉത്തരവാദി? ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥതയോടുകൂടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സമീപനം സ്വീകരിക്കാൻ ഇവിടുത്തെ MLAക്കോ അതുപോലെ തന്നെ കാസർഗോഡത്തെ മുനിസിപ്പാലിറ്റിക്കോ സാധിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങളോട് മറുപടി പറയാനുള്ള ബാധ്യത MLAക്കും മുനിസിപ്പാലിറ്റിക്കുമുണ്ട്. ഒരു പൗരന്റെ മൗലികമായിട്ടുള്ള അവകാശമാണ് ശുദ്ധവായുവും അതുപോലെ തന്നെ ശുദ്ധജലവുമെല്ലാം. അത് നിഷേധിക്കുന്ന ധിക്കാരപരമായിട്ട് നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഭരണാധികാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബ്ലോക്ക് പ്രസിഡന്റ് P ശിവപ്രസാദ് അധ്യക്ഷത വഹിച്ചു. T നിശാന്ത്, ഉദയകുമാർ മധുർ, K രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കാസർഗോഡ് നഗരത്തിലെയും പരിസര പ്രദേശങ്ങളിലെയും ശുദ്ധജല വിതരണം കാര്യക്ഷമമാക്കണമെന്നാവശ്യപ്പെട്ട് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. നിരവധി പേർ പങ്കെടുത്തു. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ധർണ മഹിളാ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M സുമതി ഉദ്ഘാടനം ചെയ്തു. K ഇന്ദിര അധ്യക്ഷത വഹിച്ചു. P ജാനകി, M ബിന്ദു, K ലളിത തുടങ്ങിയവർ സംസാരിച്ചു. കാസർകോട്ടെ വൈദ്യുതി പ്രശ്നം തീർന്നു. വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരമായി.
ആഴ്ചകളായി തുറന്ന വൈദ്യുതി നിയന്ത്രണം ഇതോടെ പിൻവലിച്ചു. വിദ്യാനഗർ 110 kV സബ്സ്റ്റേഷന്റെ ശേഷി കൂട്ടുന്നതിനായി ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പിൻവലിച്ചതായി ജില്ലാ കളക്ടർ PS മുഹമ്മദ് സഗീർ അറിയിച്ചു. ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തികൾ പ്രഖ്യാപിച്ചതിലും 2 ദിവസം മുമ്പാണ് പൂർത്തീകരിച്ചത്. വിദ്യാനഗറിൽ 10 MVA ട്രാൻസ്ഫോമർ മാറ്റി 20 MVA ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്ന ജോലി കഴിഞ്ഞ 23-നാണ് തുടങ്ങിയത്. 28 രാത്രി 11 മണിക്ക് പഴയ ട്രാൻസ്ഫോമർ മാറ്റിയ ശേഷം പുതിയ 20 MVA ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു. 30 രാവിലെയോടെ ജോലികൾ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. ഒഴിവാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് വേനലിന്റെ കാഠിന്യത്തിലും ഈ പ്രവൃത്തി നടപ്പിലാക്കിയത്. പ്രതികൂല കാലാവസ്ഥയിലും പ്രവൃത്തിയുമായി സഹകരിച്ച എല്ലാ നാട്ടുകാർക്കും രാപ്പകൽ കഠിനാധ്വാനം ചെയ്ത പ്രവൃത്തി നേരത്തെ പൂർത്തിയാക്കിയ ജീവനക്കാർക്കും ജില്ലാ കളക്ടർ നന്ദി അറിയിച്ചു. വിദ്യാനഗർ സബ്സ്റ്റേഷനിൽ ട്രാൻസ്ഫോമറുകളുടെ ശേഷി 20 MVA ആയി. കാസർഗോഡ് നഗരങ്ങളിലും പരിസരങ്ങളിലും വൈദ്യുതി തടസ്സത്തിനും വോൾട്ടേജ് വ്യതിയാനത്തിനും ഇതോടെ പരിഹാരമാകും. നഗരത്തിൽ അപേക്ഷിച്ചുള്ള കൂടുതൽ പേർക്ക് വൈദ്യുതി കണക്ഷൻ അനുവദിക്കുന്നതിനും സാധിക്കും. വിദ്യാനഗർ 110 kV സബ്സ്റ്റേഷന്റെ ശേഷി കൂട്ടുന്ന പ്രവൃത്തികൾ മൂലം എല്ലാ വിഭാഗങ്ങൾക്കുമുണ്ടായ പ്രയാസങ്ങൾക്ക് വൈദ്യുതി ബോർഡിന് വേണ്ടി KSEB കാസർഗോഡ് സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ P. ബിപിൻ ശങ്കർ ഖേദം പ്രകടിപ്പിച്ചു. ഭാവിയിൽ കാസർഗോഡ് ടൗൺ വൈദ്യുതി വിതരണം തടസ്സം ഒഴിവാക്കുന്നതിന് സ്ഥാപിക്കുന്ന നിർദ്ദിഷ്ട 33 kV സബ്സ്റ്റേഷൻ എത്രയും വേഗം യാഥാർത്ഥ്യമാക്കാനാണ് വൈദ്യുതി ബോർഡ് ഉദ്ദേശിക്കുന്നതെന്നും അവർ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചു. ടിവിക്ക് അനുവദിച്ച വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധന പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടത്തുന്നത്. ചൊവ്വാഴ്ച രാവിലെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് COA നേതാക്കളും പ്രവർത്തകരും പ്രകടനമായി സെക്രട്ടേറിയറ്റ് പടിക്കൽ എത്തിയത്. തുടർന്നാണ് അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചത്. സമരം പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ഗാന്ധിയൻ മാർഗത്തിലൂടെ നടത്തുന്ന ജനകീയ സമരത്തിന് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുന്നതായി VS പറഞ്ഞു. ഈ സമരം ഏറ്റവും അഭിമാനകരമായി വിജയിക്കാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശിക്കുകയാണ്. ഗാന്ധിയൻ മാർഗത്തിലൂടെ നിങ്ങൾ നടത്തുന്ന സമരം ഭരണാധികാരികളുടെ കണ്ണു തുറപ്പിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ഞാൻ നിങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കുന്നു. COA സംസ്ഥാന പ്രസിഡന്റ് നാസർ ഹസൻ അൻവർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ KPCC വൈസ് പ്രസിഡന്റ് MM ഹസൻ മുഖ്യാതിഥിയായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന കേബിൾ TV ഓപ്പറേറ്റർമാരെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർദ്ധിപ്പിച്ചതിനെക്കുറിച്ച് വൈദ്യുതി വകുപ്പ് പുനഃപരിശോധന നടത്തി നിരക്ക് വർധന പിൻവലിക്കണമെന്ന് MM ഹസൻ പറഞ്ഞു. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പോസ്റ്റ് വാടക വർദ്ധിപ്പിച്ചത് കുറയ്ക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തുന്ന ഈ നിരാഹാര സമരത്തിന് ഞാൻ എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. കാരണം ഇത് കേരളത്തിൽ ആയിരക്കണക്കിന് ആളുകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു രംഗമാണ് കേബിൾ TV രംഗം. ധാരാളം ആളുകൾ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരുണ്ട്. ഈ പോസ്റ്റിന്റെ വാടക 17 രൂപയിൽ തുടങ്ങി ഇപ്പോൾ 311 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇലക്ട്രിസിറ്റി ബോർഡ് എടുത്തിട്ടുള്ള ഈ തീരുമാനം അത് ഇന്നത്തെ സാഹചര്യത്തിൽ ഓപ്പറേറ്റർമാർക്ക് താങ്ങാനാവാത്തതായതുകൊണ്ട് ഇതിനെ കുറച്ച് കുറവ് വരുത്തണം എന്നുള്ള ആവശ്യം ഗവൺമെന്റ് തീർച്ചയായിട്ടും പരിഗണിക്കണം. അത് ഗവൺമെന്റ് അനുകൂലമായി അത് പരിഗണിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇക്കാര്യം വൈദ്യുത വകുപ്പ് മന്ത്രിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ കാര്യം ഗൗരവമായി പരിഗണിക്കാമെന്ന് ഉറപ്പ് തന്നിട്ടുണ്ട്. COA സംസ്ഥാന ജനറൽ സെക്രട്ടറി വിനു ശിവദാസ് സ്വാഗതം പറഞ്ഞു. മുൻ പ്രസിഡന്റുമാരായ പ്രവീൺ മോഹൻ, വിജയകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ ഉൾപ്പെടെ നിരവധി നേതാക്കൾ സമരപന്തൽ സന്ദർശിച്ച് അഭിവാദ്യം ചെയ്തു. നൂറുകണക്കിന് ഓപ്പറേറ്റർമാരാണ് ആദ്യ ദിവസം സമരത്തിൽ പങ്കെടുത്തത്. ബുധൻ, വ്യാഴം ദിവസങ്ങളിൽ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള ഓപ്പറേറ്റർമാർ സമരത്തിൽ പങ്കെടുക്കും. ഇതിനായി 50 അംഗ സംഘം തിരുവനന്തപുരത്തേക്ക് യാത്ര പുറപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കേസ് ഒതുക്കാൻ പോലീസ്. വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നതായി ആക്ഷേപം. ബോവിക്കാനം കാട്ടിപ്പള്ളത്ത് റസീനിയുടെ മരണവുമായി ബന്ധപ്പെട്ട കേസാണ് ആദൂർ പോലീസ് അട്ടിമറിക്കുന്നത്. ഇതിനെതിരെ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോവിക്കാനത്ത് ധർണാ സമരം സംഘടിപ്പിച്ചു. കാട്ടിപ്പള്ളത്തെ വിദ്യാർത്ഥിനി റസീനിയുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അട്ടിമറിക്കുന്നതായാണ് ആക്ഷേപം. കേസ് അന്വേഷിക്കുന്ന ആദൂർ പോലീസ് സംഭവത്തിൽ അനാസ്ഥ കാണിക്കുകയാണെന്ന് ആരോപിച്ചാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോവിക്കാനത്ത് ധർണാ സമരം സംഘടിപ്പിച്ചത്. K. കുഞ്ഞിരാമൻ MLA ഉദ്ഘാടനം ചെയ്തു. പോലീസിന്റെ ഭാഗത്തു നിന്ന് നിഷ്പക്ഷമായ അന്വേഷണമാണ് റസീനിയുടെ കുടുംബവും നാട്ടുകാരും പ്രതീക്ഷിക്കുന്നതെന്നും പോലീസ് നീതി നടപ്പാക്കാൻ തയ്യാറാവണമെന്നും MLA ആവശ്യപ്പെട്ടു. മരണം നടന്ന് 2 മാസം കഴിഞ്ഞിട്ടും അന്വേഷണത്തിൽ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. ഒഴുക്കൻമട്ടിലാണ് പോലീസിന്റെ അന്വേഷണവും പ്രതികരണവും. ആരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി പോലീസ് ഉരുണ്ടുകളിക്കുന്നതായി ധർണയിൽ പ്രസംഗിച്ചവർ ആരോപിച്ചു.
ഒരു ജവാന്റെ പേരിലാണ് ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ടുള്ളത്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാകാത്ത പോലീസ് മറ്റു പ്രതികളെക്കുറിച്ച് യാതൊരു അന്വേഷണവും നടത്തിയിട്ടില്ല. അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനാണ് ആക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനം. ചെയർമാൻ KB മുഹമ്മദ് കുഞ്ഞി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഖാലിദ് വെള്ളിപ്പാടി, AB ഷാഫി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് V ഭവാനി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M മാധവൻ, MC പ്രഭാകരൻ, P ബാലകൃഷ്ണൻ, ഷെരീഫ് കൊടവഞ്ചി, ഫൈസൽ കോടിയെടുക്കം, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, നാരായണൻ പേരിയ, BK ഹംസ ആലൂർ, B അഷ്റഫ്, ലത്തീഫ് ബാലിനടുക്കം, അമീദ് ബദിയെടുക്ക, BM ഹാരിസ്, റൌഫ് കാർഗിൽ, അനീഫ് കാർഗിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. മണൽക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യം. CITU പ്രവർത്തകർ വില്ലേജ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കാഞ്ഞങ്ങാട്ടായിരുന്നു പരിപാടി. നിർമ്മാണ മേഖലയിലെ മണൽക്ഷാമം പരിഹരിക്കാൻ നടപടിയില്ലാത്തതിൽ CITUവിന്റെ പ്രതിഷേധം. CITU പ്രവർത്തകർ കാഞ്ഞങ്ങാട് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. മറ്റു കാര്യങ്ങളിലുള്ള റെഗുലേഷൻസ് അതുപോലെ കാര്യങ്ങളൊക്കെ തന്നെ ക്രമീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഫലപ്രദമായി സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് കാര്യങ്ങളൊക്കെ തന്നെയും പ്രായോഗികമായി പരിഹരിക്കാൻ വേണ്ടി ശ്രമിക്കാറുള്ളത്. ആ രീതിയിൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന കോടതി വിധി വന്നതിന് ശേഷം കാലമെത്രയുമായിട്ടും നമ്മുടെ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് കേരളത്തിലെ നമ്മുടെ ജില്ലയിലെ കലക്ടർ ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനത്തിനകത്തും എടുക്കുന്ന കാര്യക്ഷമമായ ഇടപെടലില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ജില്ലയിൽ ഇത്രയും രൂക്ഷമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. B രാജൻ അധ്യക്ഷനായി. DV അമ്പാടി, VV രമേശൻ, M മാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. നെല്ലിക്കാട്ട് കുഞ്ഞമ്പു സ്വാഗതം പറഞ്ഞു. കുട്ടി ക്രിക്കറ്റിന്റെ മഹാപൂരത്തിന് ബോവിക്കാനത്ത് സമാപനം. BPL ക്രിക്കറ്റിൽ കാർഗിൽ ടൈഗേഴ്സ് രാജാക്കന്മാരായി. കാർഗിൽ ഫൈറ്റേഴ്സിനെയാണ് അവർ ഫൈനലിൽ തോൽപ്പിച്ചത്. ബോവിക്കാനത്തിന് ഉത്സവത്തിന്റെ പ്രതിച്ഛായ സമ്മാനിച്ചുകൊണ്ടായിരുന്നു BPL ക്രിക്കറ്റ് അരങ്ങേറിയത്. ബാറ്റ്സ്മാൻമാരുടെ മികവിൽ സിക്സറുകളും ബൗണ്ടറികളും തുരുതുരാ പിറന്നപ്പോൾ ഫാസ്റ്റ് ബോളർമാരുടെ മിടുക്കിലും സ്പിന്നർമാരുടെ തന്ത്രത്തിലും വിക്കറ്റുകൾ പലപ്പോഴും വായുവിലൂടെ പറന്നു. പൂർണ്ണമായും ഇന്ത്യൻ പ്രീമിയർ ലീഗ് മാതൃകയിലാണ് മത്സരം അരങ്ങേറിയത്. കാർഗിൽ ഗ്രൂപ്പിന്റെ ബാനർ നടന്ന മത്സരങ്ങൾക്ക് അനീഫ് കാർഗിൽ, ഫൈസൽ KB, റൌഫ് കാർഗിൽ, ഫാറൂഖ് കാർഗിൽ, ലത്തീഫ് കാർഗിൽ എന്നിവരാണ് ചുക്കാൻ പിടിച്ചത്. 3 ഫ്രാഞ്ചൈസികളായിട്ട് കാർഗിൽ ടൈഗേഴ്സ്, കാർഗിൽ സൂപ്പർ സ്റ്റാർ, കാർഗിൽ ഫൈറ്റേഴ്സ് എന്നീ ടീമുകൾ അണിനിരന്നു. മത്സരത്തിന്റെ മുന്നോടിയായി ബോവിക്കാനം ടൗണിൽ വർണ്ണാഭമായ ഘോഷയാത്ര അരങ്ങേറി. 3 ഫ്രാഞ്ചൈസികൾക്ക് പുറമെ സെലിബ്രിറ്റികളും പ്രദർശന മത്സരത്തിനുള്ള ടീമും അണിനിരന്നു. തുടർന്ന് മുൻ കേരള താരം മുഹമ്മദ് അലി ഫത്താഹ് മത്സരം ഉദ്ഘാടനം ചെയ്തു. മേളയ്ക്ക് ആവേശം പകരാൻ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക മാധ്യമരംഗത്തെ പ്രമുഖർ അണിനിരന്ന പ്രദർശന മത്സരവും അരങ്ങേറി. രാത്രിയെ പകലാക്കി മൗലാന അബുൽ കലാം ആസാദ് മിനി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം പിറ്റേ ദിവസം വൈകിട്ട് 6 മണി വരെ നീണ്ടു. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിനൊടുവിൽ ഫൈറ്റേഴ്സും കാർഗിൽ ടൈഗേഴ്സും ഫൈനലിലേക്ക് ടിക്കറ്റ് നേടി. വാശിയേറിയ ഫൈനലിൽ ടൈഗേഴ്സിന്റെ തീതുപ്പുന്ന പന്തുകൾക്ക് മുന്നിൽ 18 ഓവറിൽ 81 റൺസിന് എല്ലാവരും പുറത്തായി. 82 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ടൈഗേഴ്സിന്റെ തുടക്കവും ആശാവഹമായിരുന്നില്ല. പിന്നീട് വാലറ്റത്തിന്റെ കരുത്തോടെ അവർ 17 ഓവറിൽ വിജയം തൊട്ടു. ടൈഗേഴ്സിന്റെ ഫയാസിനെ മാൻ ഓഫ് ദി മാച്ചായും ഫൈറ്റേഴ്സിന്റെ ഫൈസൽ കാർഗിലിനെ മാൻ ഓഫ് ദ സീരീസായും തെരഞ്ഞെടുത്തു. തുടർന്ന് ഗ്രൗണ്ടിൽ വിജയികളുടെ ആനന്ദ നൃത്തമായിരുന്നു. പതാക ഉയർത്തി ഗ്രൗണ്ടിനെ വലയം വെച്ചും കപ്പിൽ ഉമ്മ വെച്ചും പരസ്പരം കെട്ടിപ്പിടിച്ചും അവർ വിജയത്തെ അവിസ്മരണീയമാക്കി. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. INL സ്ഥാപക നേതാവ് ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ അനുസ്മരിച്ചു. കാസർഗോഡ് നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. INL ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ഇബ്രാഹിം സുലൈമാൻ സേട്ടിനെ അനുസ്മരിച്ചത്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സ്വകാര്യ ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ സമ്മേളനം INL സംസ്ഥാന സെക്രട്ടറി KS ഫക്രുദ്ദീൻ ഹാജി ഉദ്ഘാടനം ചെയ്തു. ഇബ്രാഹിം സുലൈമാൻ സേട്ട് ഉയർത്തിപ്പിടിച്ച മതേതരത്വ മൂല്യങ്ങളാണ് INLന്റെ വളർച്ചയ്ക്ക് കാരണമായതെന്ന് ഫക്രുദ്ദീൻ ഹാജി പറഞ്ഞു. 1996 വരെ 36 വർഷക്കാലം ഇന്ത്യൻ പാർലമെന്റിനകത്ത് MP ആയി പ്രവർത്തിച്ച അദ്ദേഹം ഇന്നൊരു പഞ്ചായത്ത് അംഗമായാൽ കോടീശ്വരനായിരുന്ന ഈ കാലഘട്ടത്തിൽ 36 വർഷം പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറിയായും പ്രസിഡന്റായും ഇന്ത്യൻ പാർലമെന്റിൽ 36 വർഷം സേവനമനുഷ്ഠിച്ചിട്ടും തന്റെ വീട് പോലും വിറ്റ് മകളുടെ വീട്ടിൽ വെച്ച് മരിക്കേണ്ട സ്ഥിതിയാണ് ഇബ്രാഹിം സുലൈമാൻ സേട്ട് സാഹിബിനുണ്ടായത്.
കാസർഗോഡ് സംയുക്ത കാസി ആലിക്കുട്ടി മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി. MTP അബ്ദുൽ ഖാദർ അധ്യക്ഷനായിരുന്നു. അസീസ് കടപ്പുറം, വിവിധ രാഷ്ട്രീയ സംഘടനാ പ്രതിനിധികളായ CH കുഞ്ഞമ്പു, T കൃഷ്ണൻ, അനന്തൻ നമ്പ്യാർ, MA ലത്തീഫ്, മുസ്തഫ തവരവളപ്പ്, CMA ജലീൽ, ഇക്ബാൽ മാളിക, ഹംസ മാസ്റ്റർ, ഖാദർ ആലമ്പാടി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഷിറിയ ലത്തീഫിയ 33-ാം വാർഷികാഘോഷം മെയ് 1 തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലത്തീഫിയ ഇസ്ലാമിക് കോൺഗ്രസിന്റെ 33-ാം വാർഷികവും അജ്മീർ ആണ്ടുനേർച്ചയും മതപ്രഭാഷണവുമാണ് മെയ് 1 മുതൽ 6 വരെ ഷിറിയാക്കുന്നിൽ മൊയിനുദ്ദീൻ നഗറിൽ നടക്കുന്നത്. മെയ് 1 രാവിലെ 9 മണിക്ക് നടക്കുന്ന മഖാം സിയാറത്തുകൾക്ക് അസയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങൾ മുട്ടം, സയ്യിദ് KS അലി തങ്ങൾ കുമ്പൂർ, ഷെയ്ഖുന ആലിക്കുഞ്ഞി ഉസ്താദ് ഷിറിയ തുടങ്ങിയവർ നേതൃത്വം നൽകും. രാവിലെ 10 മണിക്ക് സ്വാഗത സംഘം ചെയർമാൻ അനീഫ് ഹാജി മുട്ടം പതാക ഉയർത്തും. വൈകുന്നേരം 7 മണിക്ക് നടക്കുന്ന ദിക്ർ ഹലകയിൽ അസയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങൾ മുട്ടം പ്രാർത്ഥന നടത്തും. ഷെയ്ഖുന M ആലിക്കുഞ്ഞി ഉസ്താദിന്റെ അധ്യക്ഷതയിൽ ഷെയ്ഖുന PM ഇബ്രാഹിം മുസ്ലിയാർ ബേക്കൽ ഉദ്ഘാടനം ചെയ്യും. അസയ്യിദ് അബ്ദുറഹ്മാൻ എംപിച്ചുകോയത്തങ്ങൾ അൽ ബുഖാരി ബായർ ഉത്ബോധനവും ദിക്ർ മജ്ലിസിന് നേതൃത്വം നൽകും. ബഹുമാനപ്പെട്ട സമസ്ത മുഷാവറ അംഗം, പ്രമുഖ പണ്ഡിതൻ, സൂഫിയോര്യനുമായ ആലിക്കുഞ്ഞി മുസ്ലിയാർ ഷിറിയ അദ്ദേഹവും ബഹുമാനപ്പെട്ട സയ്യിദ് കുഞ്ഞിക്കോയത്തങ്ങൾ മുട്ടം അടക്കമുള്ള പണ്ഡിത നേതൃത്വത്തിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനം. പ്രസ്തുത സ്ഥാപനത്തിന്റെ 33-ാം വാർഷികമാണ് ഈ വരുന്ന 1-ാം തീയതി മുതൽ 6 വരെ നടക്കുന്നത്. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന പരിപാടി 6 ദിവസത്തോളമുള്ള മതപ്രഭാഷണം. വാർത്താ സമ്മേളനത്തിൽ BS അബ്ദുള്ള കുഞ്ഞി ഫൈസി, പള്ളങ്കോട് അബ്ദുൽ ഖാദർ മദനി, മുഹമ്മദ് സഖാഫി പാത്തൂർ, അനീഫ് ഹാജിമുട്ടം, അബൂബക്കർ സിദ്ദിഖ് സഖാഫി, ആവളം, DK ഉമർ സഖാഫി തുടങ്ങിയവർ സംബന്ധിച്ചു. നവഗ്രഹ കീർത്തന സങ്കീർണ പഠന ശിബിരത്തിന് സമാപനം. മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികളെ അടിസ്ഥാനമാക്കിയാണ് പഠന ശിബിരം സംഘടിപ്പിച്ചത്. നവോദയ വിദ്യാലയത്തിലായിരുന്നു പരിപാടി. മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികളെ ആസ്പദമാക്കി സംഘടിപ്പിച്ച നവഗ്രഹ കീർത്തന സൗജന്യ സംഗീത പഠന ശിബിരത്തിൽ 52 സംഗീത വിദ്യാർത്ഥികൾ പങ്കെടുത്തു. സംഗീതജ്ഞൻ കാഞ്ഞങ്ങാട് ശ്രീനിവാസന്റെ നേതൃത്വത്തിലാണ് പഠന ശിബിരം നടന്നത്. സമാപന സംഗീത സമ്മേളനത്തിൽ കൽമാടി സദാശിവാചാര്യ മുഖ്യാതിഥിയായി. ബാധിക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ ജ്യോതിഷനെ കാണും. ജ്യോതിഷനെ കണ്ട് അതിന് പരിഹാരം പറയും. ഗ്രഹദോഷമുണ്ട്, വ്യാഴദോഷമുണ്ട്, ശനിദോഷമുണ്ട്, ചൊവ്വദോഷമുണ്ട്, വേറെ വേറെ ദോഷങ്ങൾ. നവോദയ പ്രിൻസിപ്പാൾ KM വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഗോപകുമാർ, V രവീന്ദ്രൻ നായർ എന്നിവർ സംസാരിച്ചു. നവോദയ വൈസ് പ്രിൻസിപ്പാൾ മിനി സോമൻ സ്വാഗതവും സംഗീതാധ്യാപിക NR രാധ നന്ദിയും പറഞ്ഞു. മുത്തുസ്വാമി ദീക്ഷിതരുടെ കൃതികളെ ആസ്പദമാക്കി അപൂർവമായി സംഘടിപ്പിക്കുന്ന സംഗീത പഠന ശിബിരത്തിനാണ് നവോദയ വിദ്യാലയം സാക്ഷ്യം വഹിച്ചത്. സമാപന കച്ചേരിയിൽ നിരവധി സംഗീതജ്ഞർ പങ്കെടുത്തു. കേളുകുഡ്ടെ അയ്യപ്പ ഭജന മന്ദിരത്തിൽ നടന്ന വിവിധ ഹോമ പരിപാടികളിൽ നിരവധി പേർ സംബന്ധിച്ചു. വ്യത്യസ്തങ്ങളായ പരിപാടിയാണ് അരങ്ങേറിയത്. ഗണപതി ഹോമം, മൃത്യുഞ്ജയ ഹോമം എന്നിവയാണ് നടന്നത്. ബ്രഹ്മശ്രീ ഉളിയ വിഷ്ണു ആസാദ് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത്. श्री महागुरुदेव श्री मांगल्यमूर्ति श्री महावस्तु कर्म मध्य मंत्र मध्य सर्वर्ण मंत्र अच्युतानंद गोविंदावलिषे अच्युतानंदान गोविंदान अच्युतानंदान गोविंदान अच्युतानंद गोविंद. KGNA ജില്ലാ സമ്മേളനത്തിന് പ്രോജ്വല സമാപനം. കാഞ്ഞങ്ങാട്ടായിരുന്നു സമ്മേളനം ഒരുക്കിയത്. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളദേവി ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയെ പൂർണ്ണമായും അവഗണിക്കുന്ന ഒരു തരത്തിലേക്കുള്ള ബജറ്റും ഒക്കെ തന്നെയാണ് ഈ 90-ന് ശേഷം ഇങ്ങോട്ട് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് കാലാകാലങ്ങളായി ബജറ്റ് വിഹിതവും അതോടൊപ്പം തന്നെ GDP-യുടെ വകയിരുത്തലും ഒക്കെ തന്നെ വെച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. KGNA സംസ്ഥാന ട്രഷറർ ജോളി ജോസഫ്,
ഫെസ്റ്റോ ജില്ലാ പ്രസിഡന്റ് ടി.പി. ഉഷ, KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. ഉഷാദേവി, KGNA ജില്ലാ സെക്രട്ടറി അഭിലാഷ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം KGNA സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി. ഉഷാദേവി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് M. രജനി സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വാർത്തകൾ ചുരുക്കത്തിൽ. കുമ്പള ബദിയടുക്ക റോഡിന്റെ ടാറിംഗ് ജോലി പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ആക്ഷൻ കമ്മിറ്റി നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് 65 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ബദിയടുക്ക പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ബൈക്കും കാറും കൂട്ടിയിടിച്ച് യുവാവിന് പരിക്കേറ്റു. കർമ്മന്തോടിയിലെ ശ്രീജിത്തിനാണ് പരിക്കേറ്റത്. ചെമ്മനാട് CH സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണ് പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം മെയ് 21-നാണ് പരിപാടി. പ്രമുഖ ഡോക്ടർമാർ രോഗികളെ പരിശോധിക്കും. കേരള പ്രീമിയർ ലീഗിനുള്ള യൂത്ത് ടീമിലേക്ക് മുഹമ്മദ് മഷൂദിനെ തെരഞ്ഞെടുത്തു. കാസർഗോഡ് സ്വദേശിയാണ്. അരയി പാലക്കാൽ പൊൻപുലരി ക്ലബിന്റെ 24ാം വാർഷികാഘോഷം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. കബഡി ഫെസ്റ്റും അരങ്ങേറി. അരയി പാലക്കാൽ പൊൻപുലരി ക്ലബിന്റെ 24ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഉത്തരമേഖല കബഡി ഫെസ്റ്റ് 2014 സംഘടിപ്പിച്ചു. വാശിയേറിയ കബഡി മത്സരങ്ങൾക്കാണ് അരയി സാക്ഷ്യം വഹിച്ചത്. കബഡി ഫെസ്റ്റ് ഹോസ്റ്റർഗെ CI TP സുമേഷ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ SJD അരയി ഡിവിഷൻ പ്രസിഡന്റ് PV കോരൻ അധ്യക്ഷത വഹിച്ചു. വാർഡംഗം K ദിവ്യ, C വിജേഷ്, P സജീഷ് എന്നിവർ സംസാരിച്ചു. കളിക്കാരുമായി ഹോസ്റ്റർഗെ CI TP സുമേഷ് പരിചയപ്പെട്ടു. നൂറുകണക്കിന് ആളുകൾ മത്സരങ്ങൾ കാണാനെത്തിയിരുന്നു. സനമായി പ്രധാന വാർത്തകൾ വീണ്ടും. മഞ്ചേശ്വരത്ത് വൻ പോക്കറ്റടി സംഘം അറസ്റ്റിൽ. മോഷണത്തിലൂടെ സ്വന്തമാക്കിയത് കോടികൾ. അന്വേഷണത്തിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. ഉപ്പുവെള്ള വിതരണത്തിനെതിരെ പ്രതിഷേധം കത്തുന്നു. DYFI പ്രവർത്തകർ ഇറിഗേഷൻ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ പ്രതിഷേധം അലയടിച്ചു. വോൾട്ടേജ് ക്ഷാമത്തിന് പരിഹാരം. കാസർകോട്ടെ വൈദ്യുതി നിയന്ത്രണം പിൻവലിച്ചു. സെക്രട്ടേറിയറ്റ് പടിക്കൽ COയുടെ സത്യാഗ്രഹം. പിന്തുണയുമായി നേതാക്കൾ രംഗത്ത്. സമരത്തിൽ പങ്കെടുക്കുവാൻ കാസർകോട്ടിൽ നിന്നും 50 അംഗ സംഘം യാത്ര പുറപ്പെട്ടു. വിദ്യാർത്ഥിനിയുടെ ദുരൂഹ മരണം. കേസ് അട്ടിമറിക്കാൻ പോലീസ് ശ്രമിക്കുന്നതായി ആക്ഷേപം. 2 മാസമായിട്ടും അന്വേഷണത്തിൽ പുരോഗതിയില്ല. ബോവിക്കാനത്ത് നാട്ടുകാരുടെ ധർണാ സമരം. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.